ദൈവത്തിൻ്റെ നാമത്തിൽ. ഈ രണ്ട് വാക്കുകൾ വെറുമൊരു തുടക്കം മാത്രമല്ല, അതൊരു വിശ്വാസമാണ്, ഒരു ആശ്വാസമാണ്, ഒരു ശക്തിയാണ്. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും വലിയ വലിയ സ്വപ്നങ്ങൾ കാണാറുണ്ട്, പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കാറുമുണ്ട്. പക്ഷേ ഭയം നമ്മളെ പിന്നോട്ട് വലിക്കുന്നു. എനിക്ക് സാധിക്കുമോ? ഞാൻ പരാജയപ്പെട്ടാൽ എന്താകും? ആളുകൾ എന്തു പറയും? ഈ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനെ തളർത്തും. പക്ഷെ ഓർക്കുക, നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു നല്ല കാര്യത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഓരോ മനുഷ്യനും പരീക്ഷണങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ലെന്ന് തോന്നും, വാതിലുകൾ അടയുന്നതായി തോന്നും. പക്ഷേ ചില അടഞ്ഞ വാതിലുകൾ നമ്മെ തകർക്കാനല്ല, ശരിയായ വഴിയിലേക്ക് നയിക്കാനാണ്. ഒരു വിത്ത് മണ്ണിനടിയിൽ കിടക്കുമ്പോൾ അത് അവസാനിച്ചെന്ന് ആരും കരുതും. പക്ഷേ ആ ഇരുട്ടിലാണ് അതിൻ്റെ വളർച്ച തുടങ്ങുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട ദിവസങ്ങളും ഒരുപക്ഷെ നിങ്ങളുടെ ഒരു പുതിയ തുടക്കത്തിൻ്റെ ഒരുക്കമായിരിക്കാം. ദൈവത്തിൽ വിശ്വാസം വെച്ച് മുന്നോട്ട് പോവുക. ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് ഒന്നും ചെയ്യാതെ കാത്തിരിക്കുക എന്നതല്ല. നിങ്ങളുടെ കടമകൾ ചെയ്തുകൊണ്ടിരിക്കുക, പഠിക്കുക, പരിശ്രമിക്കുക, വീണ്ടും എഴുന്നേൽക്കുക. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് 100% നൽകുക. ഫലത്തെ ദൈവത്തിലേൽപ്പിക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കും, പക്ഷേ ദൈവം നൽകുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതായിരിക്കും. പരാജയങ്ങളെ ഒരിക്കലും ഭയപ്പെടരുത്. ഒരു തെറ്റ് സംഭവിച്ചാൽ സ്വയം കുറ്റപ്പെടുത്തരുത്. തെറ്റുകൾ മനുഷ്യൻ്റെ വളർച്ചയുടെ ഭാഗമാണ്. ഓരോ പരാജയവും ഒരു പാഠം പഠിപ്പിക്കുന്നു. ഓർക്കുക, ഇന്ന് നിങ്ങൾ നേരിടുന്ന കഷ്ടത നാളെ ഒരു കഥയായി മറ്റൊരാളെ പ്രചോദിപ്പിക്കാൻ കഴിയും. നിങ്ങളുടെ യാത്ര മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. ഓരോരുത്തർക്കും ദൈവം നിശ്ചയിച്ച സമയം വ്യത്യസ്തമാണ്. ഒരു പുതിയ തുടക്കം ഇന്ന് തന്നെ. നിങ്ങൾ എത്ര തവണ വീണു എന്നതല്ല പ്രധാനം, എത്ര തവണ എഴുന്നേറ്റു എന്നതാണ് പ്രധാനം. ഇന്ന് നിങ്ങൾ ഒരു ചെറിയ ചുവട് വയ്ക്കൂ. ഒരു പുതിയ പഠനം തുടങ്ങൂ. ഒരു നല്ല ശീലം ആരംഭിക്കൂ. ഒരു തെറ്റ് തിരുത്തൂ. ഒരു സ്വപ്നത്തിനായി വീണ്ടും പരിശ്രമിക്കൂ. എല്ലാം ആരംഭിക്കൂ ദൈവത്തിൻ്റെ നാമത്തിൽ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ജീവിതം ഇതുവരെ അവസാനിച്ചിട്ടില്ല. നിങ്ങളുടെ കഥയിലെ ഏറ്റവും മനോഹരമായ അധ്യായം ഒരുപക്ഷെ ഇനിയും എഴുതപ്പെടാനുണ്ട്. വിശ്വാസം കൈവിടരുത്, പ്രാർത്ഥന നിർത്തരുത്, പരിശ്രമം ഉപേക്ഷിക്കരുത്. ഒരു ദിവസം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ പറയാൻ കഴിയും, ഞാൻ തളർന്നിരുന്നു, പക്ഷേ ദൈവം എന്നെ കൈവിട്ടില്ല. എല്ലാ പുതിയ തുടക്കങ്ങളും ഭയത്തോടെയല്ല, വിശ്വാസത്തോടെ ആരംഭിക്കാം ദൈവത്തിൻ്റെ നാമത്തിൽ. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കൂ. കൂടുതൽ ആത്മവിശ്വാസവും ജീവിത പ്രചോദനവും നൽകുന്ന വീഡിയോക്കായി എംപവർ യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ശുഭാംസ്തു.